കമ്പനിയിൽ നിന്ന് എനിക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എടുക്കേണ്ട കാര്യമില്ല. എനിക്ക് ഗവൺമെൻറ് തരുന്ന പല പോളിസികളുണ്ട്. ഇപ്പോൾ ഞാൻ NRI ആയിട്ടുള്ള വ്യക്തിയാണ്, എനിക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്നും എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള പോളിസികളല്ല. ബാങ്ക് നിഫ്റ്റിനെ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കരുതാൻ പറ്റുമോ? പറ്റില്ല. വൈ? ഇപ്പോൾ സപ്പോസ് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി, ഞാനാണോ തീരുമാനിക്കുന്നത് എന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന്? ഇല്ല, അവിടെ ഉള്ളവരെല്ലാവരും കൂടി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവിടെ എന്നെ സംബന്ധിച്ച് ഓപ്ഷൻ ഇല്ല. ഇനി നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു അറ്റാക്ക് എന്തെങ്കിലും ഒരു എഫോം വന്നോ, നമ്മൾ നോക്കാം, ഗൂഗിളിൽ സെർച്ച് ചെയ്തു ചീപ്പസ്റ്റ് ഹാർട്ട് സർജൻ ആരാണ് എന്ന് സെർച്ച് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. തെളിച്ച ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. കഴിഞ്ഞ ദിവസം നമുക്കൊരു ഫിനാൻഷ്യൽ വെൽബീയിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട 4 പില്ലേഴ്സിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ 2 പില്ലേഴ്സിനെ കുറിച്ച് വളരെ വിശദമായി കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതൊരു ബിൽഡിംഗ് ആണ് എന്ന് വിചാരിക്കുക. ഈ ഒരു ബിൽഡിംഗ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യമാണ് 4 പില്ലേഴ്സ്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ വെൽബീയിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട 4 പില്ലേഴ്സ് ഉണ്ട്. ആ പില്ലേഴ്സിൽ ഇപ്പോൾ 1ഉം 2ഉം, അതായത് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് സേവിങ്സ്. എന്താണ് സേവിങ്സ്, എന്തുകൊണ്ട് നമുക്ക് സേവിങ്സ് വേണം എന്നതിനെ കുറിച്ചെല്ലാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ പില്ലേഴ്സാണ് ലൈഫ് ഇൻഷുറൻസ്. ലൈഫ് ഇൻഷുറൻസ് എന്താണ് ലൈഫ് ഇൻഷുറൻസ്, എന്തുകൊണ്ട് ലൈഫ് ഇൻഷുറൻസ് വേണം, എത്ര ലൈഫ് ഇൻഷുറൻസ് കവറേജ് വേണം, ഏത് പോളിസിയാണ് നമ്മൾ എടുക്കേണ്ടത് എന്നതിനെ കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം, ഈ വീഡിയോ കാണുന്നതിന് മുൻപ് തന്നെ ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക. അതിനുശേഷം ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. അതിൻ്റെ കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്ത വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ആ വീഡിയോ കാണാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ അതോടൊപ്പം ഈ വീഡിയോ താങ്കളുടെ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്ത് കൊടുക്കാൻ ഒരു കാരണവശാലും താങ്കൾ മറക്കരുത്. മൂന്നാമതായിട്ട്, അതായത് 3ഉം 4ഉം ആയിട്ടുള്ള വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യാൻ വന്നത്. മൂന്നാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മെഡിക്കൽ ഇൻഷുറൻസ്. ഇന്ന് പലപ്പോഴും പല ആൾക്കാർക്കും വളരെയധികം തെറ്റിദ്ധാരണയുള്ളൊരു മേഖലയാണ് മെഡിക്കൽ ഇൻഷുറൻസ് എന്നത്. ഇപ്പോൾ 3ാമത്തെ പില്ലറാണ് മെഡിക്കൽ ഇൻഷുറൻസ്. എന്തുകൊണ്ട് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നു? ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നോക്കിയാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ ഉള്ളത് എവിടെയാണ്? മെഡിക്കൽ ഫീൽഡിലാണ്. അതായത് എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ ഉള്ളത്. ഇപ്പോൾ ഒരു ഹയർ എഡ്യൂക്കേഷൻ്റെ ഇൻഫ്ലേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് 8 to 9%. അതേസമയം മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ പറയുന്നത് 14% ഇൻഫ്ലേഷനാണ് ഇയർ ഓൺ ഇയർ മെഡിക്കൽ ഫീൽഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മെഡിക്കൽ ഫീൽഡിൽ ഇത്രത്തോളം ഇൻഫ്ലേഷൻ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ. ഇവിടെ നമുക്ക് ഓപ്ഷൻ ഇല്ല. ഇപ്പോൾ സപ്പോസ് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി, ഞാനാണോ തീരുമാനിക്കുന്നത് എന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന്? ഇല്ല, അവിടെ ഉള്ളവരെല്ലാവരും കൂടി ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവിടെ എന്നെ സംബന്ധിച്ച് ഓപ്ഷൻ ഇല്ല. ഇനി നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു അറ്റാക്ക് എന്തെങ്കിലും ഒരു എഫോം വന്നോ, നമ്മൾ നോക്കാം, ഗൂഗിളിൽ സെർച്ച് ചെയ്തു ചീപ്പസ്റ്റ് ഹാർട്ട് സർജൻ ആരാണ് എന്ന് സെർച്ച് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അല്ല, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഫെസിലിറ്റി അവിടെ കിട്ടുമോ, അവിടെ നമ്മൾ പോകുകയുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്, ഓപ്ഷൻ ഇല്ല. നമ്മൾ കോംപ്രമൈസ് ചെയ്യാനും നമ്മൾ റെഡിയല്ല. അപ്പോൾ ഈ 2 കാര്യം ഉള്ളത് കൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ ഉള്ളത് മെഡിക്കൽ ഫീൽഡിലാണ്. 14% ഇയർ ഓൺ ഇയർ ഇൻഫ്ലേഷനാണ് മെഡിക്കൽ ഫീൽഡിലുള്ളത്. അപ്പോൾ ഇനി വരും കാലഘട്ടത്തിൽ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് നമുക്കില്ലെങ്കിൽ നമ്മൾ വലിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ പല ആൾക്കാർക്കും ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കിപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, എത്ര ലക്ഷം രൂപയുടെ ഉണ്ട്? 2 ലക്ഷം രൂപയുടെ ഉണ്ട്, അല്ലെങ്കിൽ 5 ലക്ഷം രൂപയുടെ ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എത്ര രൂപയുടെ ഇൻഷുറൻസ് കവറേജ് മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കണമെന്ന് ചോദിച്ചാൽ താങ്കൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എത്ര കവറേജ് വരെ എടുക്കാൻ പറ്റുമോ അത്രത്തോളം മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമുക്ക് പല തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ പോളിസിക്ക് ഇപ്പോൾ 1000 രൂപയാണെന്ന് വിചാരിക്കുക. ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്.
അപ്പോൾ 10 ലക്ഷം രൂപ എടുക്കണമെങ്കിൽ ഇപ്പോൾ നോർമൽ ഇത് 10,000 രൂപ വേണ്ടി വരും. ഇപ്പോൾ 1 കോടി രൂപയുടെ കവറേജ് എടുക്കണമെങ്കിൽ 1 ലക്ഷം രൂപ വേണം എന്നാണ് നമ്മളെല്ലാവരുടെ തെറ്റിദ്ധാരണ. പക്ഷെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ പ്രീമിയം പോകുന്നത് അതേ രീതിയിലല്ല. ഇവിടെ നമുക്ക് ഈ ഒരു ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ പോളിസി ഉള്ളത് ഇപ്പം മണിപ്പാൽ സിഗ്നയുടെ പ്രോ ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു പോളിസിയിലാണ്. അപ്പോൾ ഈ ഒരു പോളിസി ഇപ്പോൾ ഒരു 40 വയസ്സുള്ള ഒരു വ്യക്തി പ്ലസ് അദ്ദേഹത്തിൻ്റെ വൈഫ് പ്ലസ് അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു മോന ആണെങ്കിൽ അതനുസരിച്ച് വരെയുള്ള ഒരു പ്രീമിയമാണ് ഞാനിവിടെ കാൽക്കുലേഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 5 ലക്ഷം രൂപയുടെ പോളിസിയാണ്, ഇത് 25 ലക്ഷം രൂപയുടെ പോളിസിയാണ്, ഇത് 1 കോടി രൂപയുടെ പോളിസിയാണ്. ഇന്ന് ഏകദേശം ഒരു മിക്ക കമ്പനികളിലും 5 കോടി 6 കോടി വരെയൊക്കെ പ്രീമിയം എടുക്കാവുന്ന പോളിസികൾ അവൈലബിൾ ആണ്. അപ്പം ഞാനിത് എന്തിനു വേണ്ടിയാണ് ഈ ഒരു സംഭവം എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീമിയം കമ്പാരിസൺ വേണ്ടിയാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയുടെ പോളിസിക്ക് 2 അഡൾട്ട് പ്ലസ് 1 ചൈൽഡ് 40 വയസ്സുള്ള ഒരു വ്യക്തിക്കാണെങ്കിൽ വേണ്ട അടയ്ക്കേണ്ടി വരുന്ന പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17,391 രൂപയാണ്. അപ്പോൾ 17,391 രൂപ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് 1 ലക്ഷത്തിന് വേണ്ടി വരുന്ന പ്രീമിയം 3,500 രൂപയാണ് പെർ ലാക്കിന് വേണ്ടി വരുന്ന കോസ്റ്റ്. അതായത് 17,500 നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് 3,500 രൂപയാണ് കിട്ടുന്നത്. ഇനി ഇത് തന്നെ 25 ലക്ഷം രൂപയുടെ ഒരു പോളിസിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ വരുന്ന പ്രീമിയം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 30,000 റുപ്പീസ്, 30,000 രൂപയാണ്. ഈ 30,000-നെ നമ്മൾ 25 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,200 രൂപയാണ് പെർ ലാക്കിന് വരുന്ന കോസ്റ്റ്. ഈ അടുത്തായിട്ട് ഇപ്പോൾ ഒരു 100 ലക്ഷത്തിലേക്ക് പോകുമ്പോഴേക്കും ഇവിടെ വരുന്ന പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 41,225 രൂപയാണ്. അതായത് പെർ ലാക്കിന് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 412 രൂപയാണ്. അതായത് ഈ ഒരു പോളിസിയിൽ 1,03,500 വരുമ്പോൾ താങ്കൾ ഇപ്പോൾ 25 ലക്ഷം രൂപ പോളിസിയിലേക്ക് വരുമ്പോൾ അത് 1,200 രൂപയും 1 കോടി രൂപയുടെ പോളിസിയിലേക്ക് വരുമ്പോൾ 412 രൂപ വരുള്ളൂ. അപ്പം നേരത്തെ പറഞ്ഞ ഈ ഒരു കണക്ക് പ്രകാരമാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ 10 ലക്ഷം രൂപ പോളിസി ആണെങ്കിൽ 35,000 രൂപ വരും. ഇപ്പോൾ 1 കോടി രൂപ കവറേജ് വന്നുണ്ടെങ്കിൽ ഏകദേശം 3.5 ലക്ഷം രൂപ പ്രീമിയം വന്നു. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മെഡിക്കൽ ഇൻഷുറൻസിൽ സംരക്ഷയുടെ കൂടുന്തോറും അതിന് ആനുപാതികമായിട്ട് പ്രീമിയം കൂടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 ലക്ഷം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ അതിന് മേലുള്ള ചെലവുകൾ വഹിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും മെഡിക്കൽ ഇൻഷുറൻസിൽ പോളിസി നമുക്ക് എടുക്കാവുന്നത് എത്രത്തോളം മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം എടുത്തു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ മണിപ്പാൽ സിഗ്നയുടെ ഈ പ്രോ ഹെൽത്ത് എന്ന് പറഞ്ഞൊരു പോളിസിയിൽ എനിക്കൊരു 30 ലക്ഷം രൂപയുടെ കവറേജ് എനിക്ക് നിലവിലുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ഞാൻ റിന്യൂവൽ വന്ന സമയത്ത് ഞാനിത് 1 CR ആയിട്ട് മാറ്റാൻ വേണ്ടി ഞാൻ കൊടുത്തു. അപ്പോൾ 1 CR ആയിട്ട് മാറ്റുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ പോളിസി അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്തും പിന്നെ വേറൊരു കമ്പനിയിലേക്കൊക്കെ മാറ്റുന്ന സമയത്ത് ഇവർ മെഡിക്കൽ വെരിഫിക്കേഷന് വേണ്ടി വിളിക്കും. അപ്പോൾ വെരിഫിക്കേഷന് വേണ്ടി വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖം ഉണ്ടോയെന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ സോറിയാസിസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം ഒരു 2 വർഷത്തോളം ഞാൻ അതിൻ്റെ മെഡിസിൻ യൂസ് ചെയ്തിരുന്നു. ഇപ്പം ഞാനതൊന്നും ഉപയോഗിക്കുന്നില്ല, ഞാനതെല്ലാം സ്റ്റോപ്പ് ചെയ്തു, ഇപ്പം എല്ലാം കൺട്രോളാണ് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇവർ അണ്ടർ റേറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവർ എനിക്ക് തന്ന പ്രപ്പോസൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കോടിയായിട്ട് ഞങ്ങൾ അപ്ഗ്രേഡ് തരാം, പക്ഷെ ഒരു ഒറ്റ കണ്ടീഷൻ, ഈ സോറിയാസിസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം ലൈഫ് ടൈം എക്സ്ക്ലൂഡഡ് ആണ്. അതായത് ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതകാലത്തിൽ പിന്നെ ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഒരു പണി എനിക്കിത് വേണ്ട, എനിക്കിത് മതി. കാരണം ഇതിപ്പോൾ ഓൾറെഡി ഈ പറഞ്ഞ പോലെ വെയിറ്റിംഗ് പീരീഡും ഇതെല്ലാം പോളിസി എടുത്തതിന് ശേഷമാണ് ഈ പറഞ്ഞ അസുഖമെല്ലാം വന്നത്, അതുകൊണ്ട് എനിക്കിത് മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മളെ സംബന്ധിച്ച് അന്ന് ഞാനിപ്പോൾ ഒരു 2 ലക്ഷം രൂപയുടെ 3 ലക്ഷം രൂപയുടെ കവറേജ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് 30 പ്ലസ് 30 ലക്ഷം രൂപ വരെ എനിക്ക് ബോണസും കിട്ടും. ഒരു 60 ലക്ഷം രൂപ വരെ എനിക്ക് കവറേജ് ചെയ്യാൻ ഇപ്പം നിലവിൽ എനിക്ക് വകുപ്പ് ഉള്ളതുകൊണ്ട് എന്നെ സംബന്ധിച്ച് വലിയ പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് നമ്മളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് എത്ര പറ്റുമോ അത്രത്തോളം എടുക്കുന്നതാണ്
കൂടുതൽ നല്ലത്. പിന്നെ പല ആൾക്കാർക്കും വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്, ഇപ്പം എനിക്ക് കമ്പനിയിൽ നിന്ന് എനിക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നുണ്ട്, അപ്പോൾ പിന്നെ ഞാൻ എടുക്കേണ്ട കാര്യമില്ല. എനിക്ക് ഗവൺമെൻറ് തരുന്ന പല പോളിസികളുണ്ട്. ഇപ്പോൾ ഞാൻ NRI ആയിട്ടുള്ള വ്യക്തിയാണ്, എനിക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊന്നും എടുക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള പോളിസികളല്ല. ഇപ്പോൾ സപ്പോസ് താങ്കൾക്ക് ഇപ്പോൾ ഒരു മേജറായിട്ടുള്ളൊരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും താങ്കൾക്ക് ഈ കമ്പനിയിൽ നിന്ന് ജോലി റിസൈൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കമ്പനി ഇൻഷുറൻസ് എന്ത് സംഭവിക്കും? ഇല്ലാതാവും. കമ്പനി ഇൻഷുറൻസ് ഇല്ലാതാവും. പിന്നെ വേറെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് പോളിസി എടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ താങ്കൾക്ക് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഡിസീസ് ഉള്ളതുകൊണ്ട് ഒരു മിക്ക കമ്പനികൾ താങ്കൾക്ക് പോളിസി എടുക്കാൻ സമ്മതിക്കില്ല. എന്നത് മാത്രമല്ല, ഏതെങ്കിലും ഒരു കമ്പനി സമ്മതിച്ചു കഴിഞ്ഞാൽ ഇത് റിലേറ്റഡ് ആയിട്ട് ലൈഫ് ടൈം എക്സ്ക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്ന സമയത്ത്, നല്ല ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് എത്രത്തോളം മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇപ്പം നമ്മൾ 4 പില്ലേഴ്സിൽ 3 പില്ലേഴ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി. ഒന്നാമത്തെ പില്ലർ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേവിങ്സ്, രണ്ടാമത്തെ പില്ലർ ലൈഫ് ഇൻഷുറൻസ്, മൂന്നാമത്തെ പില്ലർ മെഡിക്കൽ ഇൻഷുറൻസ്. ഇനി 4ാമത്തെ പില്ലർ, അത് വളരെ അത്യന്താപേക്ഷിതമുള്ളൊരു കാര്യമാണ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, നിക്ഷേപം. അപ്പം 4ാമത്തെ പില്ലേഴ്സിൽ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, 4ാമത്തെ പില്ലർ ഇതാണ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ബാങ്ക് നിഫ്റ്റിനെ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കരുതാൻ പറ്റുമോ? പറ്റില്ല. വൈ? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു സേവിങ്സിൽ നമുക്ക് ഇൻഫ്ലേഷൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റണം. ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവത്തിനെ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസ് ഇപ്പോൾ താങ്കൾക്ക് ഇപ്പോൾ ഒരു ഇന്ത്യയിലത്തെ ഒരു ആവറേജ് ഇൻഫ്ലേഷൻ 7% ആണെന്ന് വിചാരിക്കുക. താങ്കൾക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് ഒരു 6% റിട്ടേൺ കിട്ടുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ 1 ലക്ഷം രൂപയുള്ള ഒരു തുകയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 7% ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ അത് 1,07,000 രൂപ വരും. പക്ഷേ താങ്കൾക്ക് ബാങ്കിൽ നിന്ന് കിട്ടാൻ പോണ തുക എത്രയാണ്? 1,06,000 രൂപ. ഇത് മൊത്തം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടാക്സും അങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊടുക്കണം. ഇനി അത് കൺസിഡർ ചെയ്തില്ലെങ്കിൽ പോലും ഒരു 1000 രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞ സെയിം കാര്യം നടത്താൻ പറ്റുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ ഇവിടെ ഞാൻ കോമ്പൗണ്ടൊന്നും ചെയ്യുന്നില്ല, 10 വർഷം കഴിയുമ്പോൾ ഇത് എത്ര വരും? ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് 1.70 ലാക്ക് വരും. പക്ഷെ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 1.6 ലാക്കാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഡിഫറൻസ് എത്രയാണ്? ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10,000 റുപ്പീസിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാത്ത ഒരു നിക്ഷേപം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നത് മാത്രമല്ല, കാലങ്ങൾ കഴിയും തോറും നമുക്ക് വേണ്ട തുകയും നമുക്ക് കിട്ടുന്ന തുകയും തമ്മിലുള്ള ആ ഗ്യാപ്പ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബേസിക് ക്വാളിറ്റി ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ട ഒരു കാര്യം ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ പറ്റാവുന്ന 2-3 ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെയർസ്, ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് അവിടെയുണ്ട്. രണ്ടാമത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്, നോർമൽ സിറ്റുവേഷനിൽ ഒരു മിക്ക ഇക്വിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾക്കും ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ സാധിക്കും. ഗോൾഡിന് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ നോർമലി സാധിക്കും. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് എല്ലായിടത്തും അല്ലെങ്കിൽ പോലും നോർമലി നമുക്ക് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നെയാണ് നമ്മളിവിടെ കരുതുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ നാല് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസും ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റീസ് ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്.
അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത 3 ക്രൈറ്റീരിയയും കൂടി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഒന്നാമതായിട്ട് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി. അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഷെയർസിൽ ലിക്വിഡിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഷെയർസ് നോർമൽ സിറ്റുവേഷനിൽ ഷെയർസിന് ലിക്വിഡിറ്റി ഉണ്ട്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ ചില കമ്പനികളൊക്കെ പൊളിഞ്ഞു പോകുന്ന സമയത്ത് വിൽക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരായിരിക്കും, വാങ്ങാൻ ആരും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ ഇടയ്ക്ക് PayTM ഒക്കെ അങ്ങനത്തെ ഒരു ഇഷ്യൂലെല്ലാം കടന്നുപോയി. അപ്പോൾ ലിക്വിഡിറ്റി പക്ഷേ നോർമൽ നോക്കിക്കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ഷെയർസിനുണ്ട്. മ്യൂച്വൽ ഫണ്ടിന് സാധാരണ വളരെ ഹൈ ലിക്വിഡിറ്റിയാണ് നമുക്കുള്ളത്. നിങ്ങൾ എത്ര വലിയ തുകയാണെങ്കിലും ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് വളരെ സിമ്പിളായിട്ട് ലിക്വിഡേറ്റ് ചെയ്യാൻ പറ്റും. ഗോൾഡിനെ ലിക്വിഡിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈ ലിക്വിഡിറ്റി എന്ന് പറയാൻ പറ്റില്ല. കാരണം താങ്കൾക്ക് ഇപ്പോൾ ഒരു ഗോൾഡ് വാങ്ങി തിരിച്ച് ഗോൾഡായിട്ട് മാറ്റാൻ വേണ്ടി എളുപ്പമായിരിക്കും. പക്ഷെ അത് ക്യാഷായിട്ട് മാറ്റണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. റിയൽ എസ്റ്റേറ്റിന് ഒട്ടും ഇല്ലാത്തൊരു സംഭവമാണ് ലിക്വിഡിറ്റി. ഈ അടുത്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് റിസ്ക് എത്രത്തോളമാണ് ഉള്ളത്. ഷെയർസിന് നമുക്കറിയാം വളരെ ഹൈ റിസ്ക് ആണ്. ഈവൻ നമ്മൾ ഫുൾ എമൗണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കമ്പാരിറ്റീവ്ലി മ്യൂച്വൽ ഫണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു മീഡിയം റിസ്ക് ആണ് എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 വർഷം 15 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ട്രാക്ക് റെക്കോർഡുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ട് പോലും ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ ബീറ്റ് ചെയ്യാത്ത ഒരു ഫണ്ടുകളെ പോലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിന് സാധാരണ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. ഈ റിസ്ക് വളരെ കമ്പാരിറ്റീവ്ലി ലോ ആണ്. ഗോൾഡിനും ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു മീഡിയം റിസ്ക്. ഇപ്പോൾ ഗോൾഡിൽ ഒട്ടും റിസ്ക് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞൊരു 7-8 വർഷത്തേക്ക് ആവറേജ് റിട്ടേൺ 0% ആയിരുന്നു. പിന്നെ ഗോൾഡ് നമുക്ക് സൂക്ഷിച്ചു വെക്കുക എന്നത് വലിയൊരു റിസ്ക് തന്നെയാണ്. റിയൽ എസ്റ്റേറ്റിൽ വളരെ ഹൈ റിസ്ക് ആണ് ഉള്ളത്. ഇപ്പോൾ താങ്കൾ ഇപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് വാങ്ങി, ഇപ്പോൾ നമുക്കറിയാം വെള്ളപ്പൊക്കം വന്നു, വെള്ളം കയറി, അവിടെ ഡിമാൻഡ് കുറഞ്ഞു. ഇപ്പോൾ താങ്കൾ നേരത്തെ പർച്ചേസ് ചെയ്തിട്ടിരുന്ന ഒരു ലാൻഡ് ഇപ്പോൾ ഒരു നദീതീരത്തായിരുന്നു. ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഇപ്പോൾ റിവർ സൈഡിലുള്ള ലാൻഡിനായിരുന്നു. CRZ നിയമം വന്നു. ഇപ്പോൾ റിവർ സൈഡിലുള്ള ലാൻഡിൻ്റെയൊക്കെ ഡിമാൻഡ് ഒട്ടുമില്ലാത്ത സിറ്റുവേഷൻ വന്നു. വളരെ ഹൈ റിസ്ക് ആണുള്ളത്. മൂന്നാമതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അഫോർഡബിലിറ്റി. ഇപ്പോൾ ഷെയർ നോർമൽ സിറ്റുവേഷൻ അഫോർഡ് ചെയ്യാൻ പറ്റും. മ്യൂച്വൽ ഫണ്ട് അഫോർഡബിൾ ആണ്, ഗോൾഡും അഫോർഡബിൾ ആണ് എന്ന് പറയാം. ഇവിടെ അഫോർഡബിൾ അല്ല. ഇപ്പോൾ താങ്കളുടെ നാട്ടിൽ ഇപ്പോൾ ഒരു 5 സെൻറ്റ് സ്ഥലം വാങ്ങണമെങ്കിൽ എത്ര ലക്ഷം രൂപ മുടക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഉത്തരനാളത്തിൽ ഞാൻ ഈ റിസ്ക്കും അതോടൊപ്പം തന്നെ ലിക്വിഡിറ്റിയും അഫോർഡബിലിറ്റിയും പിന്നെ അതോടൊപ്പം തന്നെ ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ കപ്പാസിറ്റിയും എല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു സാധാരണ വ്യക്തിക്ക് അഫോർഡബിളും ഏതൊരു വ്യക്തിയുടെ റിസ്കിനെ അനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതും ഹൈ ലിക്വിഡിറ്റിയും ഉള്ളൊരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടാണ്. ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം, ഈ ഒരു ഫിനാൻഷ്യൽ അസറ്റ് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാൻ താങ്കൾക്ക് സാധിക്കുമെങ്കിൽ താങ്കളെ സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് താങ്കൾക്ക് ഉറപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട 4 പില്ലേഴ്സ്. അതിൽ ഏറ്റവും ഒന്നാമത്തെ പില്ലറാണ് സേവിങ്സ് എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമർജൻസി ഫണ്ടിന് വേണ്ടിയാണ്. എന്തെങ്കിലും അത്യാവശ്യം നമുക്ക് ലിക്വിഡേറ്റ് ചെയ്യാൻ, എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ സേവിങ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉപയോഗിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയതാണ് ലൈഫ് ഇൻഷുറൻസ്. അതായത് ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ കുടുംബത്തിൻ്റെ ഇൻകത്തിൻ്റെ സോഴ്സാണ്. എന്തെങ്കിലും കാരണവശാൽ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിലേക്കുള്ള ഇൻകം അതോടെ സ്റ്റോപ്പ് ആവും. അപ്പോൾ അവരെ ഫിനാൻഷ്യലി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പോൾ അതിന് ഞാൻ എത്ര സമ്മർഷ്ഡ് ഇൻഷുറൻസ് കവറേജ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി എൻ്റെ ആനുവൽ ഇൻകത്തിൻ്റെ ഒരു 10 മടങ്ങ് തുടങ്ങി 20 മടങ്ങ് വരെ എടുക്കണം. ഞാൻ ഏത് പോളിസി എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ, ഒരു ടേം ഇൻഷുറൻസ് ആണ് ഞാൻ എടുക്കേണ്ടത്. മൂന്നാമതായിട്ട് മെഡിക്കൽ ഇൻഷുറൻസ്. നമ്മൾ മനസ്സിലാക്കി ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹൈ ഇൻഫ്ലേഷനുള്ള ഒരു
സെഗ്മെൻ്റാണ് മെഡിക്കൽ ഇൻഷുറൻസ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നമ്മൾ വലിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്യാനുള്ള സിറ്റുവേഷൻ കൂടുതലാണ്. അപ്പം നല്ല ആരോഗ്യമുള്ള സമയത്ത് നമ്മളുടെ അഫോർഡബിലിറ്റി അനുസരിച്ച് എത്രത്തോളം മാക്സിമം സം അഷ്യൂർഡ് നമുക്ക് എടുക്കാൻ പറ്റുമോ അത്രത്തോളം സം അഷ്യൂർഡ് എടുത്തു വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. നാലാമതായിട്ട് നമ്മൾ ചിന്തിച്ചതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ഇപ്പോൾ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ട ഏറ്റവും ബേസിക് ക്വാളിറ്റി ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റണം എന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ലിക്വിഡിറ്റി കൺസിഡർ ചെയ്യണം, റിസ്ക് കൺസിഡർ ചെയ്യണം, അഫോർഡബിലിറ്റി കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഫിനാൻഷ്യൽ വെൽബീയിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അതായത് ഈ 4 കാര്യങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു വേയിൽ ഇപ്പോൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഒരു ഫിനാൻഷ്യൽ അത്യാവശ്യം ഒരു നല്ലൊരു സിറ്റുവേഷനിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ടുകൾ താങ്കൾക്ക് ആവശ്യമാണെങ്കിൽ ഞങ്ങളുടെ സപ്പോർട്ട് ഡെസ്കായിട്ട് താങ്കൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അവർ താങ്കളെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഗൈഡ് ചെയ്തതിന് വേണ്ടി അവർ ഹെൽപ്പ് ചെയ്ത് തരും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് എല്ലാവരെയും നമുക്ക് സർവീസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. വളരെ ലിമിറ്റഡായിട്ട് നമ്മൾ സർട്ടൻ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഈ ക്രൈറ്റീരിയാസ് എല്ലാം മീറ്റ് ചെയ്യുന്നവർ മാത്രമേ നമുക്ക് സർവീസ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ബാക്കിയുള്ളവർ ഇപ്പം നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിനെയോ ഡിസ്ട്രിബ്യൂട്ടറിനെ എല്ലാം കണ്ടെത്തുക, അവരായിട്ട് ഇരിക്കുക, വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പക്ക ക്ലിയറാണ് എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ ഒരു എത്ര വലിയ കൊടുങ്കാറ്റടിച്ചു കഴിഞ്ഞാലും നിങ്ങൾ വളരെ സ്റ്റേണായിട്ട്, വളരെ സ്മൂത്തായിട്ട്, വളരെ കംഫർട്ടായിട്ട് നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ട അനുഗ്രഹം സർവശക്തനായ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തുമ്മിച്ച ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.